ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് അഞ്ജു ആൻഡ് നെജു. അപ്പോൾ ഇന്നൊരു മിക്സഡ് സലാഡ് റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കോവിഡൊക്കെ കൂടി വരികയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സേഫ്റ്റി റൂൾസൊക്കെ പാലിക്കുക, മാസ്ക് യൂസ് ചെയ്യുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക, ചൂടുവെള്ളം കുടിക്കുക. കൂടാതെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സലാഡ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ബ്രോക്കലിയാണ്. ബ്രോക്കലി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ് ബ്രോക്കലി. ബോൺസിനും ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഞാൻ റെഡും ഗ്രീനും ഇവിടെ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ക്യാപ്സിക്കം. മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് ക്യാപ്സിക്കം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളിയാണ്. ഉള്ളിയിലും വൈറ്റമിൻ സി കണ്ടൻറ്റൊക്കെ ഒരുപാട് ഇൻക്ലൂഡ് ആയിട്ടുള്ള വെജിറ്റബിളാണ്. പിന്നെ ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിനും കണ്ണിനും ഒക്കെ ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ക്യാരറ്റ്. പിന്നെ സ്വീറ്റ് കോണിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ഹേർട്ടിൻ്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനും ഫൈബർ കണ്ടൻറ്റൊക്കെ കൂടുതലുള്ള ഒരു വെജിറ്റബിളാണ് സ്വീറ്റ് കോൺ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾക്കറിയാം, ചിക്കനിലും വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡിയും സിങ്ക്, കാൽഷ്യം അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെടുത്ത വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യുക. ചില ആൾക്കാർക്ക് വലുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. ഇതൊക്കെയാണ് ഞാൻ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ഐറ്റംസ്. ഇത് തന്നെ നിങ്ങൾ എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ക്യാബേജ് യൂസ് ചെയ്യാം, കോളിഫ്ലവർ യൂസ് ചെയ്യാം, അങ്ങനെ എന്ത് വെജിറ്റബിൾ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കനും ബട്ടറും ഒക്കെ നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ള രീതിയിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അനാവശ്യമായിട്ട് കഴിക്കാതിരിക്കുക. അനാവശ്യമായിട്ട് കഴിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് നെഗറ്റീവ് എഫക്റ്റായിട്ട് വരത്തുള്ളൂ. അല്ലാതെ കഴിക്കുന്നതിന് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ പീസായി കട്ട് ചെയ്തിടുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. നമുക്കിതിലേക്ക് ബ്രോക്കോലി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബ്രോക്കോലിയും കോളിഫ്ലവറൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ചെറിയ ചെറിയ അണുക്കളും പുഴുക്കളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന മുന്നേ ആയിട്ട് ഒരു 15 മിനിറ്റോളം നല്ല തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക. അപ്പോൾ അതൊക്കെ നശിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. റെഡും ഗ്രീനും ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ സലാഡ് കാണാൻ വേണ്ടി നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി പച്ചയായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കുറച്ച് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്ത് സലാഡ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക്ഡ് ആവാൻ പാടില്ല. ഒരു സെമി കുക്ക്ഡ് മാത്രമായിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അതായിരിക്കും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് പച്ചക്കും കഴിക്കാവുന്നതാണ്. പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം.
ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സലാഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ടാവുന്ന ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. മഷ്റൂമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ചില ആൾക്കാർക്ക് മഷ്റൂം പറ്റില്ല, ക്യാബേജ് പറ്റില്ല. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്ത് നിങ്ങളുടെ ബോഡിക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.